ഇതിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? ആ അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താ? ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട് മാജിക് മൊമെന്റ്. ഇതൊക്കെ അറിയാം. ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ വേറൊന്നും കഴിക്കത്തില്ല. വല്ലപ്പോഴും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? നമ്മൾ കണ്ടിട്ട് 2-3 ദിവസമായില്ലേ? പനിയൊക്കെ പിടിച്ചു, അതാണ് നമ്മൾ വീഡിയോ കൊണ്ട് വരാതിരുന്നത്. ശബ്ദം കുറവാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ വോളിയം കൂട്ടി വെക്കുക, അല്ലെങ്കിൽ വല്ല ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം. നമ്മൾ ആദ്യം വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം പറയാം. നമ്മൾ സ്ഥലത്തില്ലായിരുന്നു, നാട്ടിലായിരുന്നു. പിന്നെ അവിടെ കരോളും ക്രിസ്മസ് കൂടെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നെ ക്രിസ്മസിന് കാര്യം പറഞ്ഞപ്പോഴാണ് പുൽക്കൂട് നിർമ്മാണത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് എനിക്കാണ്. എനിക്കെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് തന്നെ സ്കെഡ്യൂൾഡ് വീഡിയോ ആണ് 2 ദിവസത്തേക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മളത് ഒരു ദിവസം പിടിച്ചിട്ട് 2 ദിവസത്തേക്കോ സ്കെഡ്യൂൾ വെച്ച് ഒരു തട്ടിക്കൂട്ട് പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ തിരക്കൊക്കെ മാറ്റി വെച്ച് സജീവമാകും എന്ന് കരുതുന്നു. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ രേണുവും ഷെഫീന ബീവിയും തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ. ഈ രേണു പല സ്ഥലങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു നിലവാരം കീപ്പ് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലും ഇല്ലാണ്ട് ഈ ചന്ത വർത്താനം പറഞ്ഞുകൊണ്ട് വായെ തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നമ്മൾ ചെയ്ത റിയാക്ഷൻ വീഡിയോ മറ്റേ ആ ഒരു പെണ്ണുമ്പിളല്ലേ, പ്രാച്ചി പെണ്ണുമ്പിള, അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനാകെ എന്താ 2000 വ്യൂ പോലും ഇല്ല. അതെടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്ത് അതൊരു 10-15K പോയി. അറിയാത്ത ബാക്കി ആൾക്കാരെയും കൂടെ അറിയിച്ച് വെറുതെ അവർക്ക് വ്യൂ കൂട്ടി കൊടുക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. പിന്നെ അവർ വീഡിയോ ചെയ്തതിൻ്റെ പശ്ചാത്തലം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിലും ചെയ്യുകയല്ലെങ്കിലും ഉള്ള ഒരു ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു 24 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരവരുടെ ഇത് അവരെന്നെ തിരഞ്ഞെടുത്തു. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫാദറിൻ്റെ എണ്ണവും ഒക്കെ അവരെന്നെ തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് നമ്മൾ പിന്നെ അവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. പോരാത്തതിന് നമ്മൾ വീഡിയോ കണ്ട അത്രയും സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, വ്യൂവേഴ്സ് ആവട്ടെ, കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. അവരിനി റിയാക്ഷൻ വീഡിയോ കൊണ്ട് വരികയാണെങ്കിൽ ആ വീഡിയോയ്ക്ക് മറുപടി കൊടുത്ത് അവർക്ക് അനാവശ്യമായ റീച്ച് കൊടുക്കണ്ട എന്നുള്ളതും കണ്ടു. പക്ഷെ ഇവിടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രേണുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട്. രേണുവിനെ അടുത്ത് പ്രതിഷ്ഠയായിട്ട് നിർത്തിയിട്ട് വീഡിയോ ചെയ്തിട്ട് വരെ 2000 വ്യൂസേ ഉള്ളൂ. അപ്പം രേണുവിനെ കാണാനോ രേണു പറയുന്നത് കേൾക്കാനോ അല്ല ആളുകൾക്ക് താല്പര്യം. രേണുവിനെ കുറിച്ച് ഞങ്ങളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ പറയുന്നത് കേൾക്കാനാണ് വ്യൂവേഴ്സിന് താല്പര്യം എന്നുള്ളതാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ആ അയപ്പരാച്ചി പെണ്ണുമ്പിള്ള ഇടുന്നത് അവരവരുടെ വഴിക്ക് പോട്ടെ. കാരണം അവർക്ക് രേണുവിനെ വിട്ടിട്ട് 2-3 കണ്ടന്റ് അവരുടെ രേണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കി അത് കണ്ടന്റാക്കി അവരുടെ യൂട്യൂബ് ചാനൽ ഇട്ടാൽ മാത്രമേ അവർക്കൊരു നിലനിൽപ്പുള്ളൂ. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വേറെ പല കണ്ടന്റും ഈ രേണു അല്ലാണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കത് സാധിക്കില്ല. കാരണം അവർക്ക് രേണുവാണ് കണ്ടന്റ്. അപ്പോൾ രേണുവിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം. അതുവഴി അവരുടെ യൂട്യൂബ് ചാനൽ 1-2 വീഡിയോ പോസ്റ്റ് ചെയ്യണം. 1000 വ്യൂസോ 2000 വ്യൂസോ ആണെങ്കിൽ അതിൽ നിന്നുള്ളൊരു വരുമാനം ഏൺ ചെയ്യണം. അത്രയേ ഉള്ളൂ അവരുടെ ഒരു ഇത്. പിന്നെ എന്തോ ബിഗ് ബോസ് കയറണമെന്നോ ഏതോ സിനിമയിലും ഷൂട്ടിങ്ങിലൊക്കെ കയറണമെന്നോ രേണുവിനെ പോലെ ആവണമെന്നോ എന്തൊക്കെയോ ഷെഫീന ബീവിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരൻ്റെ മനസ്സിൽ ആഗ്രഹമൊക്കെ അതാണ്. അതുകൊണ്ടാണ് ഈ രേണുവിനെ ചാരി വെക്കുന്നത്. ലാസ്റ്റ് മണ്ണും ചാരി ഇന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്നുള്ള ഇതാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഷെഫീന ബീവി രേണു വിഷയത്തിലോട്ട് വരാം. അത് എന്താണ്, രേണു പറയുന്നതിനുള്ള മറുപടിയൊക്കെ ഷെഫീന ബീവി താത്തേനെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമോ എക്സ്ട്രാ വീഡിയോൻ്റെ ആവശ്യമോ അവിടെ വരുന്നില്ല. പുള്ളിക്കാരി കൊടുക്കുന്നത് എന്താണോ അതിൻ്റെ ഇരട്ടിയായിട്ട് ഷെഫീന ബീവി താത്ത തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ മെയിനായിട്ട് പറയാൻ വരുന്നത് ബിഷപ്പിൻ്റെ വിഷയമാണ്. ബിഷപ്പിൻ്റെ വിഷയം പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ബിഷപ്പ് അവിടെ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്താ നിങ്ങൾ പറയും? അവർക്ക് കയറി കിടക്കാൻ വീട് വെക്കാൻ ഒരു സ്ഥലം കൊടുത്തു. അതല്ലാണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വീഡിയോൻ്റെ താഴെയും വന്നിട്ട് ബിഷപ്പ് കമൻറ്റ് ചെയ്യാറുണ്ട്. ആ കമൻറ്റ് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് ഈ ഒരു വീഡിയോ എല്ലാം കൂടെ ആക്കി ചെയ്തേക്കാം എന്ന് കരുതി. പല കണ്ടന്റാക്കി ചെയ്യാൻ നമുക്ക് പറ്റിയ ആരോഗ്യസ്ഥിതി അല്ല, സിറ്റുവേഷൻസും അല്ല. അതുകൊണ്ട് ആ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിഷപ്പിന് അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ പുള്ളിക്കാരൻ അത് ചെയ്യില്ല. അദ്ദേഹം ഒരു നന്മ പ്രവൃത്തി പുണ്യപ്രവൃത്തി ചെയ്താണ്. അയാൾ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം ആ ഒരു പരിപാടി ചെയ്യത്തില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൊടുത്ത ആൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 11 വർഷത്തിനുള്ളിൽ എങ്ങാനും അത് റദ്ദ് ചെയ്യാനും പ്രോപ്പർട്ടി തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ആ പുള്ളിക്കാരനുണ്ട്. ഷെഫീന ബീവിതാദേൻ്റെ ചാനൽ കണ്ടാണ് നമ്മൾ ബിഷപ്പിനോട് ആ കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ പോയിട്ടില്ല. പിന്നെ നമ്മളെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ബിഷപ്പ് കമൻറ്റ് ഇടുന്നത് കണ്ടിട്ട് കുരു പൊട്ടുന്ന ആൾക്കാരാണ് ഈ രേണുവിൻ്റെ വള്ളി വാനരപ്പടകളിൽ മറ്റേ സാധനം എപ്പോഴും രേണുവിനെ വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, 24/7 രേണു മാത്രം കണ്ടന്റ് കൊണ്ടു നടക്കുന്ന ഒരു സാധനം, എബ്രാജി പെണ്ണുമ്പിള്ള.
ആ പെണ്ണുമ്പിള്ള നമ്മളെ വീഡിയോയിലാവട്ടെ ആരെ വീഡിയോയിലാണെങ്കിലും ബിഷപ്പ് എവിടെ കമന്റ് ഇട്ടുണ്ടോ അതിന്റെ താഴെ പോയിട്ട് ബിഷപ്പിനെ കളിയാക്കുന്ന രീതിയിൽ ശരി ദൈവമേ ആയിക്കോട്ടെ അങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിനെ കളിയാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ സ്ത്രീക്ക് എന്തിന്റെ കേടാണ്? ഈ സ്ത്രീക്കാണോ വീട് കൊടുത്തതല്ല, ആർക്കാ വീട് കൊടുത്തത്? രേണുവിന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ രേണുവും ബിഷപ്പും തമ്മിലാവുക. അതല്ലാണ്ട് ബിഷപ്പിടുന്ന കമന്റിന് ഈ ഏപ്പരാശി പെണ്ണുമ്പിള്ള പോയിട്ട് കമന്റ് ഇടുന്നതിന് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ സ്ത്രീക്ക് വേറെന്തോ തകരാറാണ്. എങ്ങനെയെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബിഗ് ബോസ് കയറണം അല്ലെങ്കിൽ സീരിയൽ കയറണം, 4 നാട കുറിക്കണം എന്നുള്ള ചിന്തയായിട്ട് രേണുവിന്റെ പേരും പറഞ്ഞ് പോണ വള്ളി എല്ലാം പിടിച്ചിട്ട് രേണുവിന്റെ കൈ കൊണ്ടു കൊടുക്കുന്ന ആ പെണ്ണുമ്പിള്ളയാണ്. കാരണം രേണുവിന്റെ പുക കണ്ടിട്ട് ആ പെണ്ണുമ്പിള്ള അടങ്ങുള്ളൂ എന്നുള്ള കാര്യം സാരം. ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന പദവി അലങ്കരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യ സഹജമായ വികാരങ്ങളും വിചാരങ്ങളും ഇമോഷൻസും ഒക്കെ അദ്ദേഹത്തിനും ഉണ്ടാവും. അപ്പോൾ അത് പ്രകടിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് നിങ്ങൾ കാണുന്നത്? ബിഷപ്പാണ് എന്നൊറ്റ കാരണം കൊണ്ട് വിഷമിക്കാൻ പാടില്ലേ? ദേഷ്യം പിടിക്കാൻ പാടില്ലേ? ഒരു മനുഷ്യനല്ലേ? അത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. അദ്ദേഹത്തിനെ ഇകഴ്ത്തിയും അപമാനിച്ചും സൊസൈറ്റിക്ക് മുമ്പിൽ ഇങ്ങനെ താറടിക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ഒരു ദേഷ്യം പിടിക്കത്തില്ലേ? അല്ലെങ്കിൽ ഒരു ഇമോഷണലായിട്ട് വിഷമം വരില്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷമങ്ങളും ഇമോഷൻസും പ്രകടിപ്പിക്കുന്ന രീതി ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മളെ കൺസേൺ അല്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരാ മിണ്ടാതെ അവിടെ ഇരിക്കുക. അല്ലാണ്ട് ബിഷപ്പിന്റെ പുറകെ പോയി ചൊറിയല്ല വേണ്ടത്. പുള്ളിക്കാരൻ ഈ പെണ്ണുമ്പിള്ളയൊക്കെ പറയുന്ന മാതിരി രേണുവിനെ മോശമാക്കി സംസാരിക്കുന്നത് നന്നായി എന്ന് പറഞ്ഞിട്ട് ഇതാക്കല്ല. അദ്ദേഹം അനുഭവിച്ച ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ആക്കി എഴുതി വെച്ച് മുമ്പോട്ട് പോകും, ഞാൻ പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു നല്ല മനുഷ്യന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടുന്നതിലുള്ള കുശുമ്പാണ് ആ പെണ്ണുമ്പിള്ളയ്ക്കും ടീമിനും, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവർക്കോ കിട്ടുന്നില്ല, ഇനി അവർ കാരണം ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടരുത് എന്നുള്ളൊരു പ്രത്യേക തരം കുശുമ്പ്, വേറെ ഒന്നുമല്ല അവിടെ. ബിഷപ്പിന് വേണ്ടി സംസാരിക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വിഷയം കാര്യങ്ങളും ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ വീഡിയോയും ചെയ്യും, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് കുരു പൊട്ടുന്ന ആൾക്കാരാണെങ്കിൽ വല്ല തുണി അടുത്ത് വെച്ചിട്ട് വീഡിയോ കാണുക, അതല്ലാന്നുണ്ടെങ്കിൽ മിണ്ടാണ്ട് ചുക്കുരഹോ. വേറെ ഒന്നും പറയാനില്ല. നമ്മൾ അധികം വയ്യാത്തതുകൊണ്ടാണ് വീഡിയോ വല്ലാണ്ട് ലെങ്തി ആക്കാത്തത്. ഇനി അവസാനമായിട്ട് ആദ്യം കാണിച്ച വീഡിയോനെ കുറിച്ചൊരു കാര്യം പറയാം. ഈ സ്ത്രീക്ക് ഇടാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ല, പിന്നെന്താ കയ്യിൽ പൈസയില്ല, ചിലവിന് പൈസയില്ല, മക്കളെ നോക്കാൻ പൈസയില്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഇപ്പോൾ അവരുടെ പണ്ടത്തെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറി. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ ഇപ്പോഴുള്ള ഉയർച്ച, വസ്ത്രധാരണം, പിന്നെ മേക്കപ്പ്, അവരുടെ നിപ്പ്, നടപ്പ്, ഭാവം, സംസാരത്തിലെ അഹങ്കാരം, അഹംഭാവം, ഈ വക കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ പണ്ടത്തെ അതേ രേണുവിനെ ഇപ്പോഴത്തെ രേണുവായിട്ട് കമ്പയർ ചെയ്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവരെ പിച്ചെടുക്കാനുള്ള ഒരു നിലയിലോട്ട് കാണുന്ന വ്യൂവേഴ്സ് എത്തിക്കരുത്. അവരിപ്പോൾ അത്യാവശ്യത്തിന് മെച്ചപ്പെട്ടു, സ്വന്തമായിട്ട് കാറ് വാങ്ങി, തരക്കേടില്ലാത്തൊരു ഫിനാൻഷ്യൽ സെറ്റപ്പിലാണ് നടക്കുന്നത്. ഇപ്പോഴും കയ്യിൽ പൈസയില്ല, കഞ്ഞി കുടിക്കാൻ അഷ്ടിക്ക് വകയില്ല, അവരെങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ആൾക്കാർ കേൾക്കാനാണ് ഇത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ മാജിക് മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയണ്ടായി. വീഡിയോ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? ആ അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട് മാജിക് മൊമെന്റ്. ഇതൊക്കെ അറിയാം. ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ വേറൊന്നും കഴിക്കത്തില്ല. വല്ലപ്പോഴും കേട്ടോ. ഈ ഒരു കേസ് കേട്ട് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മാജിക് മൊമെന്റ് വാങ്ങി കഴിക്കാനുള്ള ഒരു വക ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ക്രിസ്മസ് ആവുന്ന സമയത്ത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. മദ്യപിക്കുക, ഗവൺമെന്റ് വല്ല സ്ത്രീകൾ മദ്യപിക്കരുത്, സ്ത്രീകൾ സിഗരറ്റ് വലിക്കരുത് എന്ന് വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ മേലെ എഴുതി വെച്ചിട്ടില്ല. മദ്യപിക്കുകയോ മദ്യപിക്കാതെ ഇരിക്കുകയോ ഒക്കെ അവരവരുടെ ഇഷ്ടം, അവരവരുടെ ശരീരം അവരവരുടെ ഇഷ്ടം. അപ്പം അത് അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, അത് നമ്മുടെ കൺസേൺ അല്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞിട്ടും അവർക്ക് കഞ്ഞി കുടിക്കാൻ അഷ്ടിക്ക് വകയില്ല എന്ന് പറയുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. ഇപ്പം ഇവർ മദ്യപിക്കുന്ന കേസ് കേട്ട് പറഞ്ഞു. ഇവർ മദ്യപിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ആരെങ്കിലും ചോദിക്കുമ്പോഴേക്കും അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് നാണിച്ച് കോപ്രായം കാണിക്കുകയല്ല വേണ്ടത്. ഇപ്പം നമ്മൾ മദ്യപിക്കുന്നുണ്ടെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ആൾക്കാരെ കേൾപ്പിച്ചിട്ട് എന്തിനാണ് സ്വയം പരിഹാസപാത്രങ്ങളാകുന്നത്? ഒരു സ്ത്രീ മദ്യപിക്കുന്നതിനോട് യോജിപ്പുള്ളവരും യോജിപ്പില്ലാത്തവരും കളിയാക്കുന്നവരും അത് മറ്റൊരു കണ്ണിലൂടെ കാണുന്ന ആൾക്കാരും സൊസൈറ്റിയിലുണ്ട്. അങ്ങനെ സൊസൈറ്റിയിൽ അത്രയും വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാർ നിലനിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരമ്മ കള്ളു കുടിക്കുന്നതല്ല പറയുന്നത്, ഒരമ്മയായിട്ടുള്ള ഒരു സ്ത്രീ കള്ളു കുടിക്കുമെന്നുള്ളതൊക്കെ ഇങ്ങനെ സൊസൈറ്റിക്ക് മുമ്പിലോട്ട് വിളിച്ച് പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ഇഷ്ടമാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊന്നും ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ വന്നിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് വിളമ്പുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെലിബ്രിറ്റീസ് ഒക്കെ ഒരുവിധം സ്ത്രീകളൊക്കെ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് കരുതി അവരെല്ലാവരും ഞാൻ മദ്യപിക്കുന്നുണ്ട് എങ്ങനെ മനസ്സിലായി ഇതാണ് ബ്രാൻഡ് എന്നും പറഞ്ഞിട്ട് കളിച്ച് ചിരിക്കാറുണ്ടോ? നിങ്ങൾ അങ്ങനെ കാണാറുണ്ടോ? അതൊരു ശരിയായ പ്രവണതയല്ല എന്ന് മാത്രം പറയുന്നു. അപ്പോൾ മറ്റൊരു കാണുന്നവരെ ബൈ.